കഴിഞ്ഞ വർഷം ആന്ധ്രയിൽ സൂര്യൻ ഉദിച്ചപ്പോൾ അവിടുത്തെ കർഷകരും തൊഴിലാളികളും അവിടുത്തെ വയലിൽ നട്ട നെൽച്ചെടിയുടെ നെല്ലോലകൾ ആ സൂര്യപ്രകാശത്തെ ഏറ്റുവാങ്ങി പ്രകാശ സംശ്ലേഷണം നടത്തി ഫോട്ടോസിന്തസിസ് നടത്തി കാർബോഹൈഡ്രേറ്റ് ഉണ്ടാക്കി അന്നജമുണ്ടാക്കി നെല്ലിൻ്റെ കതിരിനുള്ളിൽ പാല് രൂപത്തിൽ കൊണ്ടുപോയി നിക്ഷേപിച്ച അരിമണികൾ കാറ്റേറ്റ് വെയിലേറ്റ് വിളഞ്ഞപ്പോൾ അവിടുത്തെ കർഷകരത് കൊയ്തെടുത്ത് മെതിച്ച് നെല്ലാക്കി മില്ലിൽ കൊണ്ടേ കുത്തി അരിയാക്കി ചാക്കിൽ കെട്ടി ഗുഡ്സ് ട്രെയിനിൽ കയറ്റി ഹൈദരാബാദ്, സെക്കന്ദരാബാദ്, വിജയവാഡ, സേലം, ഈറോഡ്, കോയമ്പത്തൂർ, പാലക്കാട്, ഒറ്റപ്പാലം, ഷൊർണൂർ, പട്ടാമ്പി, കുറ്റിപ്പുറം, തിരൂർ, താനൂർ, പരപ്പനങ്ങാടി, ഫറോക്ക്, കോഴിക്കോട് സൂപ്പർ മാർക്കറ്റിൽ കൊണ്ടുവന്ന അരി അഷ്റഫ് ഖാന്റെ വീട്ടിൽ വാങ്ങിക്കൊണ്ടെന്നിട്ട് അരച്ചിട്ട് രാവിലെ ചുട്ട 3 പത്തല് ഞാൻ തിന്നതിൻ്റെ ഊർജ്ജമാണ് എൻ്റെ തൊണ്ടെന്ന് കേൾക്കുന്ന ഈ ശബ്ദം. അപ്പോൾ എൻ്റെ ക്ലാസ് പ്ലസ് ആവുന്നത് ഭാഷ കാലത്തിലൂടെ വന്നതാണ്, എൻ്റെ ശബ്ദോർജം ദേശത്തിലൂടെ വന്നതാണ്. പ്ലസ് എന്താന്ന് പിടികിട്ടിയോ? കാലത്തെയും ദേശത്തെയും അതിൻ്റെ ഗുണങ്ങളെയും ദോഷങ്ങളെയും അതിൻ്റെ സൗന്ദര്യത്തെയും അനുഭൂതിയെയും അതിൻ്റെ അറിവിനെയും അതിൻ്റെ സ്വപ്നങ്ങളെയും കൂട്ടിച്ചേർക്കാൻ കഴിയുന്നവൻ മാത്രമാണ് A+ ആവുന്നവൻ. അല്ലാതെ പരീക്ഷയിൽ ഓർമ്മശക്തിയിൽ മാർക്ക് വാങ്ങിയത് കൊണ്ട് മാത്രം താൽക്കാലികമാണത്. താൽക്കാലിക അഡ്മിഷൻ കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ. ജീവിതം എന്തെന്നറിയില്ല. അങ്ങനെ ജീവിതം എന്തെന്നറിയണമെങ്കിൽ വളർത്തേണ്ടത് നിങ്ങളുടെ മക്കളുടെ ശരീരത്തെയല്ല. ശരീരത്തെ വളർത്താൻ രക്ഷിതാക്കളെ നിങ്ങൾ സുന്ദരമായ വീടുണ്ടാക്കി ആ വീട്ടിൽ നല്ല ബെഡ് വാങ്ങിയിട്ടിട്ടുണ്ട്. അവനെ ഉറക്കാൻ, അവൻ്റെ ശരീരത്തെ പുഷ്ടിപ്പെടുത്താൻ നല്ല ഭക്ഷണം കൊടുക്കാറുണ്ട്. പണ്ടത്തെ മാതിരിയല്ല, നല്ല ഭക്ഷണമല്ലേ. ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ ഉച്ചക്കെന്താ കറി? ചക്കക്കുരും വെള്ളരിക്കും ഓലൻ. രാത്രിയോ വെള്ളരിക്കും ചക്കക്കുരു ഓലൻ, ഒരേ കറിയായിരിക്കും. നല്ല ഭക്ഷണമില്ല, നല്ല വസ്ത്രമില്ല. സ്കൂൾ പൂട്ടിയാൽ ഇതിലെ വള്ളിയുള്ളൊരു ട്രൗസർ ഉണ്ട്. ഈ ട്രൗസറിൻ്റെ പിൻഭാഗം ഓട്ടയായിരിക്കും. അതിൻ്റെ കാരണം ഞങ്ങൾ അന്നത്തെ പ്രധാനപ്പെട്ട കളി പാളയിലിരുന്ന് വലിക്കല. പാള കീറുമ്പോൾ ട്രൗസറും കീറും. വീട്ടിൽ ആരെങ്കിലും വന്നാൽ നമ്മളെ കാണാൻ വിളിച്ച സ്റ്റാൻഡേർഡ് ടീസായിട്ട് നിൽക്കും, ഓട്ട പൊത്തണ്ടേ. ഇന്ന് എന്തായാലും എത്ര ഡ്രസ്സാണ് നമ്മുടെ മക്കൾക്ക് അല്ലേ, അവൻ്റെ ശരീരത്തെ പൊതിയാൻ. ഞാൻ കണ്ണവം മാനന്തവാടിയിലേക്ക് പോകുന്ന, തലശ്ശേരിയിൽ നിന്ന് മാനന്തവാടിയിലേക്ക് പോകുന്ന വഴിയിൽ കണ്ണവം ഫോറസ്റ്റിൻ്റെ അടുത്തുള്ള തൊടീക്കളം ഗ്രാമത്തിലാണ്. അവിടെ എൻ്റെ വീട്ടിൽ ഞാൻ SLC പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ കരണ്ടില്ല. ചിമ്മിണി വിളക്ക് വെച്ചിട്ടാണ് പഠിച്ചത്. ചിമ്മിണി വിളക്ക് എന്ന് പറഞ്ഞാൽ അറിയില്ലേ, കടയിൽ നിന്ന് വാങ്ങുന്ന മുട്ടവിളക്കല്ല കേട്ടോ. അന്ന് ഈ അറ്റത്ത് ബോളുരുളുന്ന ബോൾ പെന്ന് വരുന്നേ ഉള്ളൂ. മഷി നിറയ്ക്കുന്ന നിബ് പെന്ന, അതിന് വേണ്ടിയിട്ട് ക്യാമലിൻ്റെ ബ്രില്ലിൻ്റെ മഷിക്കുപ്പി കൊണ്ടുവയ്ക്കും. മഷിക്കുപ്പി കാലിയായാൽ അതിൻ്റെ മൂടി കാണിയടി ചോട്ടയാക്കിയിട്ട് അച്ഛൻ്റെ പഴയ കോട്ടം കൊണ്ട് ചെയ്ത് തിരിയാക്കി മണ്ണെണ്ണ ഒഴിച്ച വിളക്ക. ഇതും വെച്ച് മുന്നിൽ വെച്ച് പഠിക്കുമ്പോൾ ഞങ്ങൾക്കൊരു സങ്കടം ഉണ്ടായിരുന്നു, ദേഷ്യം വരും. കാരണം ഈ ചിമ്മിണി വിളക്കിനൊരു തോന്നിയവാസമുണ്ട്, അനുഭവിച്ചവർക്കറിയാം. ഇത് മുന്നിൽ വെച്ചിരിക്കുമ്പോൾ നമ്മൾ ഏത് ഭാഗത്താണോ ഇരിക്കുന്ന ആ ഭാഗത്തെ പുക വരും. അപ്പുറത്തിരുന്ന പുക അങ്ങോട്ട് വരും, ഇപ്പുറത്തിരുന്ന പുക ഇങ്ങോട്ട് വരും. എറിഞ്ഞ് പൊളിക്കാൻ തോന്നും.